തെറ്റായ ദിശയിൽ നിന്നും ദൈവത്തിൻ്റെ വലിയ പദ്ധതിയിലേക്ക് ഒരിക്കലും കടന്നുകൂടാൻ കഴിയാത്ത നിലയിൽ തെന്നിമാറിപ്പോയ നിങ്ങളുടെ ജീവിതത്തെ നേരിട്ടിറങ്ങി വന്ന കർത്താവ് അതിനകത്തോട്ട് റീസെറ്റ് ചെയ്യുന്നൊരു പദ്ധതിയെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇന്നത്തെ പ്രവചനദൂതിലൂടെ നേരിട്ട് സംസാരിക്കുന്നത്. ഇത് കേൾക്കാനുള്ളതല്ല. ഹോളി സ്പിരിറ്റിൻ്റെ ആ ഒരു ഫാക്ടറിയിലേക്ക് ഡയറക്റ്റ്ലി നിങ്ങളെ എടുത്തുകൊണ്ട് പോകാൻ നിങ്ങൾ ഒരുക്കേണ്ടതായ ഒരു തയ്യാറെടുപ്പിൻ്റെ ധ്വനിയാണ് ഇന്നത്തെ ദൈവശബ്ദം. കാരണം നിങ്ങളെ കർത്താവ് തൻ്റെ വലിയ പദ്ധതിയിലേക്ക് നേരിട്ടിറങ്ങി വന്ന് റീസെറ്റ് ചെയ്യുന്ന, കണക്റ്റാക്കുന്ന ആ ഒരു ഭയങ്കര പദ്ധതിയാണ് ഇന്ന് ഓപ്പൺ ആകുന്നത്. കേൾക്കാം, അതിലേക്ക് നമുക്ക് സന്നദ്ധമായിട്ട് പ്രവേശിക്കാം. ഇന്നത്തെ പ്രവചനത്തിലേക്ക് എല്ലാവർക്കും യേശു കർത്താവിൻ്റെ നാമത്തിൽ ഒരുപാട് സന്തോഷത്തോടെ സ്നേഹവന്ദനം. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം പുതിയ നിയമ സഭയുടെ ചരിത്രത്തിലെ യേശു കർത്താവിൻ്റെ ക്രൂശീകരണം കഴിഞ്ഞ ശേഷം സുവിശേഷ ദർശന ചരിത്രത്തിൽ ഏറ്റവും ശക്തമായ ഒരു ദൈവിക ഇടപെടലുണ്ടായ ഒരു അതിശയ അധ്യായമാണ്. ഈ പുതിയ നിയമത്തിലെ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം ദാവീദ് രാജാവിൻ്റെ തലയിൽ അദ്ദേഹം ഇടയനായിരിക്കുന്ന സമയത്ത് അഭിഷേകതൈലം വീണതുപോലെ പുതിയ നിയമത്തിൻ്റെ ചരിത്ര ഏടുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന സുവർണലിപികളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്ന മഹത്തായൊരു ദൈവപദ്ധതിക്ക് സാക്ഷ്യം വഹിച്ച ചരിത്രമുറങ്ങുന്ന അധ്യായമായിട്ടാണ് ഈ ഭാഗം നമ്മൾ കാണുന്നത്. കാരണം ഈ വേദഭാഗത്തിൽ പുരാതന കാലത്ത് ദൈവസഭയുടെ ദോഷകരമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയെ സഭയുടെ നാഥനായ യേശു നേരിട്ടിറങ്ങി വന്ന് സഭയുടെ സമഗ്രമായ വളർച്ചയ്ക്ക് ഏറ്റവും പ്രയോജനമുള്ളൊരു മാനപാത്രമായി രൂപാന്തരപ്പെടുത്തുന്ന ആ വലിയ കാര്യമാണ് നമ്മൾ കാണുന്നത്. ദൈവം സന്ദർശിക്കുവാനായി ഇറങ്ങി വരുന്ന സ്ഥലം ദമസ്കോസ് എന്ന് പറയുന്ന ഗേറ്റിൻ്റെ വാതിക്കലാണ്. ആ ദമാസ്കസ് ഗേറ്റിൻ്റെ വാതിക്കൽ യേശു നേരിട്ടിറങ്ങി വന്ന് സന്ദർശിക്കുന്ന ആ മനുഷ്യൻ പുരാതന കാലത്ത് ശൗൽ എന്നറിയപ്പെടുകയും പിന്നീട് ധന്യനായ പൗലോസ് ശ്ലീഹ എന്ന നാമത്തിൽ ക്രിസ്തു സഭയുടെ ഒരു രണ്ടാം മഹത്വമായി പ്രയോജനപ്പെടുകയും ചെയ്ത അതുല്യനായ ദൈവ മനുഷ്യനായിരുന്നു. ഈ പൗലോസ് എന്ന് പറയുന്ന വ്യക്തിയെ രൂപാന്തരപ്പെടുത്തുവാൻ, അദ്ദേഹത്തെ ശൗലിൽ നിന്നും പൗലോസാക്കി റീസെറ്റ് ചെയ്യാനുള്ളതായ ദൗത്യവുമായി യേശു ദമാസ്കസ് ഗേറ്റിൽ ഇറങ്ങിയ ചരിത്രമാണ് നമ്മൾ ഈ പറയപ്പെടുന്ന വേദഭാഗത്ത് വായിക്കുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം അപ്പോസ്തല പ്രവൃത്തി 9:3 ഇങ്ങനെയാണ്: അവൻ പ്രയാണം ചെയ്ത് ദമസ്കോസിന് സമീപിച്ചപ്പോൾ പെട്ടെന്ന് ആകാശത്തു നിന്നൊരു വെളിച്ചം അവൻ്റെ ചുറ്റും മിന്നി, അവൻ നിലത്തു വീണു. നമ്മളൊക്കെ ഇടിമിന്നൽ കണ്ടിട്ടില്ലേ? അതുപോലെ തന്നെ ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്തേ എന്ന് തന്നോട് പറയുന്ന ഒരു ശബ്ദം കേട്ടു. അപ്പം ഈ മിന്നൽ പോലെയുള്ള ഒരു വലിയ പ്രകാശം കാണുന്നു. അതിനകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഈ ശബ്ദം കേട്ട് താൻ താഴെ വീഴുകയാണ്. ഈ പ്രകാശവും ഈ ശബ്ദവും എല്ലാം കേട്ട് താൻ താഴെ വീഴുന്ന സമയത്ത് അദ്ദേഹം നിലത്ത് വീണിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്. ആ ചോദ്യത്തിന് മുമ്പ് ഇങ്ങനെയാണ്: ശൗലേ ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ന് തന്നോട് പറയുന്നൊരു ശബ്ദം കേട്ടു. നീ ആരാകുന്നു കർത്താവേ എന്നവൻ ചോദിച്ചതിന്, നീ ഉപദ്രവിക്കുന്ന യേശു ആകുന്നു ഞാൻ. കണ്ടോ, യേശു നേരിട്ടിറങ്ങി വരികയാണ്. ഞാൻ വളരെ വ്യക്തമായിട്ട് ഇത് കേൾക്കുന്നവരോട് പറയാം, നിങ്ങളുടെ വീട്ടിൽ പിഴച്ചുപോയി, ഇനി നേരെയാകില്ല എന്ന നിലയിൽ എഴുതിത്തള്ളിയൊരു വ്യക്തി ജീവിക്കുന്നുണ്ടെങ്കിൽ ഈ വചനം വെച്ച് പ്രാർത്ഥിച്ചാൽ അവരെ നേരെയാക്കാം. നിങ്ങൾക്കൊരിക്കലും സ്വഭാവത്തിൽ മാറ്റം സൃഷ്ടിപ്പാൻ കഴിയാത്ത രീതിയിൽ കൈവിട്ടുപോയ ഒരാളെ ഓർത്ത് കരയുന്നവരാണ് നിങ്ങളെങ്കിൽ യേശുവിൻ്റെ നേരിട്ടുള്ളൊരു സന്ദർശനം അവരുടെ മേൽ സംഭവിപ്പാൻ വേണ്ടി നിങ്ങൾ ആശ്രയം വെച്ച് പ്രാർത്ഥിക്കേണ്ട ഒരു വചനഭാഗത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് ഇപ്പോൾ പറയുന്നത്. ഈ ദൈവവചനം ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഞാനിത് പഠിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി പേർക്ക് വിവരിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എൻ്റെ അരികിൽ വന്നുപോയ 100 കണക്കിന് മനുഷ്യരുടെ ലൈഫിൽ അവർക്ക് തങ്ങളുടെ ഏതോ ഒരു പ്രിയപ്പെട്ടവരുടെ ജീവിതയാത്ര തെറ്റായ മാർഗത്തിലാണ്, അവിടെ നിന്ന് അവരെ തിരിച്ചു കൊണ്ടുവരണമെന്നുള്ള ആവശ്യവുമായി എൻ്റെ അരികിൽ പ്രാർത്ഥിക്കാനായി സഹായം ചോദിച്ചു വന്നവർക്ക് വേണ്ടി ഞാൻ ഈ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം തുറന്നു വെച്ച് ചെയ്ത ശുശ്രൂഷകളെല്ലാം
100ൽ 100 വിജയമായിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നെന്നെ കേൾക്കുന്ന എല്ലാവരോടുമായിട്ട് ഞാൻ പറയുന്നു, ഞാൻ അതിൻ്റെ 1-2 വിശദാംശങ്ങൾ നിങ്ങൾക്ക് ഈ ശുശ്രൂഷയുടെ അവസാനത്തിൽ അല്ലെങ്കിൽ മധ്യഭാഗത്തായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടെ ഇത് കേട്ടുകൊള്ളുക. ഒരു മനുഷ്യനെ മറ്റാർക്കും രൂപാന്തരപ്പെടുത്താൻ കഴിയാത്ത വിധം അദ്ദേഹം തകർന്നു പോകുമ്പോഴും അദ്ദേഹത്തിൻ്റെ മേലുള്ള ദൈവത്തിൻ്റെ പദ്ധതി നശിക്കുന്നില്ല. ഒരാളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ അനശ്വരമായിരിക്കുന്ന പ്രൊജക്റ്റ് അത് മാറണമെങ്കിൽ ദൈവം തന്നെ തീരുമാനിക്കണം, അല്ലാതെ അത് മാറുകയില്ല. സാത്താൻ എത്ര വിദഗ്ധനായി കിടന്ന് കളിച്ചാലും ദൈവത്തിൻ്റെ പ്രവൃത്തിയെ അവൻ അട്ടിമറിക്കാൻ പറ്റത്തില്ലെന്ന് വിശ്വസിക്കുന്നൊരു പാസ്റ്ററാണ് ഞാൻ. ഒരു മനുഷ്യൻ എത്ര കണ്ട് പാപം ചെയ്ത് ദൈവകൃപയിൽ നിന്ന് അന്യാധീനപ്പെട്ടു പോയാലും ആ വ്യക്തിയെ മടക്കി കൊണ്ടുവരികണം, തൻ്റെ മഹത്വത്തിനായിട്ട് ആ വ്യക്തിയെ ഉപയോഗപ്പെടുത്തണം എന്നുള്ള ദൈവത്തിൻ്റെ അജണ്ട 100ൽ 100% സ്പഷ്ടമായി, വ്യക്തമായി, കൃത്യമായി, ഫലപ്രദമായി സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് എവിടെയും ഉറപ്പിച്ച് തറപ്പിച്ച് പറയാൻ നമുക്ക് ധൈര്യം നൽകുന്നൊരു വേദഭാഗം, ഒരു ക്രിസ്തീയ സാക്ഷ്യമാണ് ഈ പറയപ്പെടുന്ന ആക്ട്സ് ചാപ്റ്റർ 9. നിങ്ങളുടെ ജീവിത യാത്രയിൽ നിങ്ങൾ കലങ്ങിമറിയുന്ന കണ്ണുകളോടുകൂടെ എല്ലാ ദിവസവും ആർക്കൊക്കെയോ വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളുടെ വീട്ടിലുള്ള നിങ്ങളുടെ തലമുറ മുതൽ, നിങ്ങളുടെ ശരീരത്തിന് ചൂട് പറ്റിക്കിടക്കുന്ന നിങ്ങളുടെ ജീവിത പങ്കാളി മുതൽ, നിങ്ങളുടെ അമ്മയുടെ ഉദരത്തിൽ പിറന്ന നിങ്ങളുടെ കൂടപ്പിറപ്പ് മുതൽ, ഇങ്ങനെ നീണ്ടുപോകുന്ന ആ ഒരു ബന്ധങ്ങളുടെ കണ്ണിക്കകത്ത് വഴിപിഴച്ചു പോയല്ലോ എന്നോർത്ത് ഈ തലവിധി എങ്ങനെ മാറ്റാമെന്നുള്ളതായ വേദനയോടുകൂടെ ആരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുന്നു, ആ വ്യക്തിയുടെ ഭാവി നോക്കി ഞാൻ ഇന്ന് രാവിലെ നിങ്ങൾക്കൊരു ഉറപ്പ് പ്രവചിച്ചു തരുന്നു. ക്രിസ്തുവിൻ്റെ ശക്തി ശൗലിനെ പൗലോസാക്കുന്നതാണെങ്കിൽ, ശിമോനെ പത്രോസാക്കുന്നതാണെങ്കിൽ, ഇന്ന് നിങ്ങൾ കരയുന്ന വ്യക്തിയുടെ പേരിൻ്റെ സ്ഥാനത്ത് ദൈവമഹത്വത്തിനു വേണ്ടി അദ്ദേഹം രൂപാന്തരപ്പെടുന്ന ഒരു ഭാവി ദിവസം നിങ്ങൾ കാണാൻ പോകുന്നു. കർത്താവിൻ്റെ അനശ്വരമായിരിക്കുന്ന രൂപാന്തരീകരണ ശക്തി പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന് ഉത്തരവും ആശ്വാസവുമായി നിങ്ങളുടെ പ്രാർത്ഥനാ മുറികൾക്ക് വേണ്ടി ചലിക്കുന്ന മണിക്കൂറുകളെയാണ് നിങ്ങളിനി കാണാൻ പോകുന്നത്. ഇത് വിശ്വസിക്കുന്ന മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, നൃത്തം ചെയ്ത് കർത്താവിന് സ്തോത്രം ചെയ്തു കൊള്ളുക. കാരണം നിങ്ങളതിന് സാക്ഷികളാകാൻ, നിങ്ങളതിലേക്ക് അടുക്കുവാൻ സമയമായിട്ടുണ്ട്. ഇന്ന് എനിക്ക് രൂപാന്തരപ്പെടുത്താൻ പറ്റത്തില്ല, എനിക്ക് പറഞ്ഞ് നേരെയാക്കാൻ കഴിയത്തില്ല, എന്നെക്കൊണ്ട് ആ കാര്യം ഇനി സാധിക്കത്തില്ല, നിങ്ങൾ ചൊല്ലിട്ടെങ്കിൽ യേശു കാര്യങ്ങളെ ഏറ്റെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നീ ഉപദ്രവിക്കുന്ന യേശുവാകുന്നു ഞാൻ. അടുത്ത വാക്ക്, നീ എഴുന്നേറ്റ് പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയും. കുറേ നാളുകൾക്ക് പുറകിൽ വീട്ടുകാർക്കും നാട്ടുകാർക്കും തലവേദനയ്ക്ക് മേൽ തലവേദനയായ ഒരു പയ്യൻ്റെ കാര്യം പ്രാർത്ഥിക്കാനായി അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുക്കൽ രഹസ്യമായി വന്നു. ഇവനെ ഇത് അറിയിക്കാൻ പറ്റത്തില്ല, കാരണം ഇവൻ അറിഞ്ഞാൽ അവൻ ആ വീട്ടിൽ അവരെ കോടാലിയെടുത്ത് വെട്ടും. അത്ര സ്വഭാവത്തിൽ തകർന്നു നിൽക്കുന്ന, പലവിധ ലഹരി പദാർത്ഥങ്ങളിൽ, കൂട്ടുകെട്ടിൽ, തെറ്റായ സ്ത്രീ ബന്ധങ്ങളിലൊക്കെ അവൻ മലീമസപ്പെട്ട് കിടക്കുന്ന, ആരെയും വകവെക്കാതെ തലവേദനയായി നടക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കാനായി വരുന്നത്. ആ വിഷയം കേട്ടപാടെ ഞാൻ ദൈവത്തോടൊരു ആലോചന ചോദിച്ചു, കർത്താവേ, ഞാനിതെടുക്കണോ? കാരണം നാളെ ഈ വിഷയത്തിനെങ്ങാനും ഉത്തരമായില്ലെങ്കിൽ ഈ പ്രിയപ്പെട്ടവരുടെ ഒരു മാനസിക വിദ്വേഷത്തിനും സങ്കടത്തിനും ഒരു അകൽച്ചയ്ക്കുമൊക്കെ ഞാൻ ഇരയാകും. ആ സമയം നമ്മളവരെ പ്രാർത്ഥിച്ച് സഹായിച്ചതാണല്ലോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ട് കൃത്യമാം വിധം ഒരാളൊരു കാര്യം ഏൽപ്പിച്ചാൽ അതിനുവേണ്ടി പണിയെടുക്കണമല്ലോ. അതാണല്ലോ അതിലെ ധാർമ്മിക നീതി. കാര്യത്തിന് തീരുമാനം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ സഹായിക്കുമെന്നുള്ള വിശ്വാസത്തിൻ്റെ പേരിലാണല്ലോ ഒരാൾ നമ്മളെ സമീപിക്കുന്നത്. അപ്പോൾ ആ വിശ്വാസത്തെ മാനിക്കുക എന്നത് മനുഷ്യ സഹജമായിരിക്കുന്ന ഒരു ആത്മാർത്ഥമായ പ്രതികരണമായതുകൊണ്ട് കൃത്യമായിട്ട് ആ വിഷയം പ്രാർത്ഥിച്ചു നോക്കിയപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു, ഇതിനാൽ നീ ഇത് ഏറ്റെടുക്കുക നിമിത്തം നിനക്ക് ക്ലേശിക്കേണ്ടി വരില്ല. അവൻ്റെ രൂപാന്തരത്തിൻ്റെ പ്രവൃത്തി ഓൾറെഡി ആരംഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞു, ദൈവത്തിൻ്റെ പ്രവൃത്തി അവൻ്റെ മേൽ തുടങ്ങാൻ പോവാണ്. അന്നേരം ആദ്യം അവർക്കത് വിശ്വസിക്കാൻ പ്രയാസമായിരുന്നു. കാരണം തെറ്റായ രീതികളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ ദൈവദാസന്മാരുടെ അടുക്ക ചെല്ലുമ്പം
ഇനിയും അവർ നേരെയാകത്തില്ലെങ്കിൽ കൂടിയും പ്രാർത്ഥിക്കാം, ദൈവം പ്രവർത്തിക്കും എന്നൊരു ആശ്വാസവാക്കിൻ്റെ ലാഞ്ചനയിൽ പ്രിയപ്പെട്ടവരെ സമാധാനിപ്പിച്ച് അയക്കുന്നത് ഏതൊരു ശുശ്രൂഷകൻ്റെയും പൊതുധർമ്മത്തിൽപ്പെട്ടൊരു കാര്യമാണ്. കാരണം പ്രാർത്ഥനയ്ക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ കഴിയും, അവസ്ഥകളെ അത് മാറ്റും. അപ്പോൾ പ്രാർത്ഥനാ ജീവിതത്തിൽ ദൈവത്തിലുള്ള വിശ്വാസത്തിൽ അവർ തണുത്തു പോകാതിരിക്കേണ്ടതിന് അവരുടെ വിശ്വാസത്തെ ഊതിക്കത്തിച്ച് നിർത്തുക എന്ന് പറയുന്നത് ഒരു അഭിഷിക്തൻ്റെ ധാർമ്മിക ദൗത്യമായതിനാൽ അദ്ദേഹം ആ നിലയിൽ അതിനെ പ്രോത്സാഹിപ്പിക്കും. അത്തരത്തിലുള്ളൊരു പ്രോത്സാഹനമാണോ ഇത് എന്നത് ആ കുട്ടിയുടെ അപ്പൻ എന്നോട് വ്യക്തമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല. യേശുവിനോട് പറയുന്നു, ഇതിന് ഉത്തരമുണ്ട്, വ്യക്തമായ മറുപടി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് കുറച്ച് ദിവസങ്ങൾ ഈ വിഷയം വെച്ച് പ്രാർത്ഥിക്കണം. എനിക്ക് സമയം തരാമെങ്കിൽ ഞാൻ ഈ കാര്യം ഇടപെട്ട് നേരെയാക്കാം. പ്രാർത്ഥന ആരംഭിച്ചു. ആദ്യത്തെ ദിവസങ്ങളിലൊന്നും ഒരു മാറ്റവും കണ്ടില്ല. പക്ഷേ 3-4 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു വീട്ടിൽ നിന്ന് ആഹാരം കഴിക്കാൻ തുടങ്ങി. നേരത്തെ അത് ചെയ്യില്ലായിരുന്നു. അടുക്കളയിൽ കയറി ചെല്ലും, ഇന്നെന്നാ വെച്ചെന്ന് അമ്മയോട് ചോദിക്കാൻ തുടങ്ങി. അമ്മയെന്നുള്ള വിളിയൊക്കെ ഒത്തിരി കാലത്തിന് ശേഷം ആ സ്ത്രീ കേൾക്കുക. അതുവരെ തള്ളയെന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ആ സ്ത്രീ ആഹാരം കൊടുക്കുന്നതിനിടയിൽ ഒരു ദിവസം അവർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ കയറി ചെന്നു. കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ കയറി ചെന്നപ്പോൾ അമ്മ അവന് ഒരു ചോറ് ഉരുട്ടിക്കൊടുത്തു. അന്നത് മേടിച്ച് കഴിച്ചു. അന്ന് മുതൽ ഒരു ചെറിയ മാറ്റമൊക്കെ എവിടേക്കോ ആരംഭിക്കുന്നതായിട്ട് അവർക്ക് തോന്നി. പക്ഷേ ഒരു 2 ആഴ്ച കഴിയുന്നതിനോടകം വിഷയങ്ങൾ വളരെ ഗൗരവമായി വലിയൊരു പ്രശ്നത്തിലേക്ക് നീങ്ങി. അവന് നാട്ടിൽ നിൽക്കാൻ വയ്യാത്ത നിലയിൽ ചില കേസുകളും പ്രയാസങ്ങളുമായി. അങ്ങനെ ദൂരെയുള്ളൊരു ബന്ധുഭവനത്തിലേക്ക് ഇവനെ നാട് കടത്തുകയാണ്. അങ്ങനെ ഈ ഒരു പശ്ചാത്തലത്തിൽ പോലീസുകാരും കൂടെ ഇടപെട്ട് ഇവനോട് മാറാൻ പറഞ്ഞതിൻ്റെ പേരിൽ അവൻ ഇവിടുന്ന് മാറി. ആ മാറിയ സ്ഥലത്ത് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഇതിനേക്കാൾ വലിയ കൂട്ടുകെട്ടിൽ അകപ്പെടാനൊക്കെ ഉള്ളതായ സാധ്യതകൾ ഇവിടുന്ന് സെറ്റ് ചെയ്തിട്ടാണ് പോയത്. പക്ഷേ പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ റൂമിൽ കയറി കതകടച്ച് അവിടെ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ആ ഉറക്കം കിടക്കുന്ന നേരത്ത് കർത്താവിൻ്റെ ഒരു ഇടപെടൽ അവൻ്റെ പേരുണ്ടായി. ആ ഇടപെടലിനെ തുടർന്ന് പിറ്റേ ദിവസം പനിച്ചാണ് എഴുന്നേൽക്കുന്നത്. ആ പനി വളരെ കലുഷമായി ആശുപത്രി കൊണ്ടുപോയി. മടങ്ങി വന്നിട്ടും ആശുപത്രിയിൽ പോയി മരുന്ന് മേടിച്ചിട്ടും പനി കുറയുന്നില്ല. പനി മൂർധന്യാതയിലേക്ക് എത്തിയപ്പോൾ ആ പനിയുടെ ബുദ്ധിമുട്ടിൻ്റെ നടുവിൽ കണ്ണുനീരോടെ അവൻ പ്രാർത്ഥിക്കണമെന്നുള്ളതായി ഒരു താല്പര്യത്തിന് വിധേയനായി പ്രാർത്ഥന ആരംഭിച്ചു. ആരാലും മാറ്റാൻ പറ്റത്തില്ലെന്ന് വിധിയെഴുതിയ ഒരു ചെറുപ്പക്കാരൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാൽ ഒരു രൂപാന്തരം അവിടെ മുതൽ ആരംഭിച്ചു. ഇന്ന് ഈ രാജ്യത്തില്ല. എല്ലാവിധമായ കലഹങ്ങളിൽ നിന്നും വഴക്കുകളിൽ നിന്നും കൂട്ടുകെട്ടുകളിൽ നിന്നും തെറ്റായ ബന്ധങ്ങളിൽ നിന്നെല്ലാം മാറി ഉത്തമമായൊരു നല്ല ജീവിത മാർഗം തേടി വിദേശത്തൊരു രാജ്യത്ത് ഇന്ന് കർത്താവിൻ്റെ കൃപയാൽ ജോലി ചെയ്യുന്നുണ്ട്. അവിടെ നല്ലൊരു സഭയിൽ ദൈവത്തെ പോയി ആരാധിക്കുന്നുണ്ട്. ഇടയ്ക്കൊക്കെ ആ മാതാപിതാക്കൾ എന്നെ കാണാൻ വരും. അവർ ശുശ്രൂഷയുള്ള സ്നേഹം കാണിക്കാറുണ്ട്. ഞാൻ നന്ദിയോടെ അതൊക്കെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യാറുമുണ്ട്. അന്ന് ആ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഈ പറയപ്പെടുന്ന അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായമാണ് നിയോഗമായി വെച്ച് പ്രാർത്ഥിച്ചത്. ശൗലിന് മാറാമെങ്കിൽ നേരിട്ട് അവൻ്റെ ജീവിത വഴിയുടെ മധ്യയെ ഇറങ്ങി വന്ന് ദമസ്കോസിലോട്ട് അവൻ കയറേണ്ട സമയം ആ ഗേറ്റിങ്കിൽ വെച്ച് തന്നെ, നഗര ഗേറ്റിങ്കിൽ വെച്ച് തന്നെ ഒരു ചെക്ക് പോസ്റ്റിൽ ഒരു വാഹന പരിശോധനയ്ക്ക് വേണ്ടി നിയമപാലകർ വാഹനം തടയുന്നത് പോലെ ദമസ്കോസ് ഗേറ്റിങ്കിൽ വെച്ച് നസ്രേനായ യേശു തമ്പുരാൻ ശൗലെന്ന് പറയുന്ന മനുഷ്യനെ, കുതിരപ്പുറത്ത് പാഞ്ഞില്ലുന്ന ആ ചെറുപ്പക്കാരനെ തടഞ്ഞ് അവൻ്റെ ജീവിതത്തിൻ്റെ നിയോഗം കർത്താവ് രൂപാന്തരപ്പെടുത്തിയിട്ട് നീ പട്ടണത്തിൽ ചെല്ലുക, നീ ചെയ്യേണ്ടത് അവിടെ വെച്ച് നിന്നോട് പറയുമെന്ന് പറഞ്ഞ നിലയിൽ ദൈവികമായ രൂപാന്തരം അനേകരുടെ ജീവിതത്തിൽ ഇന്ന് പകൽ സംഭവിപ്പാൻ പോവുകയാണ്. ഞാനൊന്ന് പറയാം, നിനക്ക് സംഭവിപ്പാൻ പോകുന്ന ദൈവിക ഇടപെടലുകൾ, നിൻ്റെ ചില പ്രിയപ്പെട്ടവരെ ദൈവം തൊടാൻ പോകുന്ന ഈ ഒരു സ്പർശനം കഴിഞ്ഞ കുറേ കാലത്തെ നിൻ്റെ തലവേദനയ്ക്ക് ഉത്തരമായി മാറാൻ പോവുകയാണ്. അകന്ന് നിൽക്കുന്ന ജീവിത പങ്കാളികൾ സന്തോഷത്തോടെ ചേർന്ന് വരും. വീട് വിട്ട് പോയിരിക്കുന്നവർ മടങ്ങി വരുമെന്ന് കർത്താവ് അങ്ങനെയൊക്കെ എന്നോട് സംസാരിക്കുന്നു. ഞാൻ നമ്മളുടെ ഈ കോയമ്പത്തൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരവസ്ഥ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്. അവർ നല്ലൊരു ബിസിനസ്സുകാരായിരുന്നു. ആ ബിസിനസ് ചെയ്യുമ്പോൾ ആ സ്ഥാപനത്തിൽ വളരെ കൃത്യതയോടുകൂടെ അക്കൗണ്ട് സെക്ഷനിൽ ഇരുന്ന പണപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്ത വളരെ ജെനുവിനായിരിക്കുന്ന ഒരാൾ ആ ബിസിനസ്സിൻ്റെ ഏറ്റവും ഒരു നല്ല സമയത്ത് വലിയൊരു തുകയുമായി അവിടെ നിന്ന് നാട് വിട്ടുപോയി. അന്വേഷിച്ചിട്ടെങ്കിലും ആളെവിടെയാണെന്ന് അറിയത്തില്ല. അയാൾ ഉപയോഗിക്കുന്ന ഫോൺ സഹിതം അയാൾ അവിടെ വെച്ചിട്ടാണ് പോയത്.
പക്ഷെ പണവും മറ്റു കാര്യങ്ങളും കൊണ്ടുപോയി. അങ്ങനെ പോയ ആ സമയത്ത് ആ വ്യക്തിയെക്കുറിച്ച് യാതൊരു വിവരങ്ങളുമില്ലാതെ ഭാരപ്പെടുമ്പോൾ പ്രാർത്ഥിച്ച ഈ വിഷയം കർത്താവ് പറഞ്ഞു, സന്ദർശിച്ച് തിരികെ കൊണ്ടുവരും. ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നൊരു ദിവസം അവിടെ സംഭവിച്ചു. ഉച്ചയ്ക്കൊരു ഊണ് കഴിഞ്ഞ് ആ വീട്ടുകാരിരിക്കുന്ന സമയത്ത് അവരുടെ മുറ്റത്ത് ഒരാൾ വന്ന് കോളിംഗ് ബെൽ അടിച്ചു. ആ കോളിംഗ് ബെൽ അടിച്ച സമയത്ത് അവർ ഞെട്ടിപ്പോയി. തങ്ങളുടെ നന്മയുമായി കടന്നു കളഞ്ഞവൻ വീടിൻ്റെ പടിവാതിലിൽ വന്ന് നിൽക്കുകയാണ് കരഞ്ഞോണ്ട്. അതുവരെ അവനെ തിന്നാനുള്ള ദേഷ്യമായിരുന്നുവെങ്കിൽ അവിടെ ചെന്ന് അവനോട് ആ ഗൃഹനാഥൻ ചെന്ന് ചോദിച്ചത്, ചോറുണ്ടോടാ, കയറി വരാനാണ് പറഞ്ഞത്. അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവൻ ആഹാരം കൊടുത്തു. ആഹാരം കഴിച്ച് അവിടെ ഇരുന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. വേറെ ഏതോ ഒരു ട്രേഡിങ് പോലെയുള്ളതായ പരിപാടിയിലേക്ക് ഫണ്ട് അവനൊന്നും മറിച്ചതാണ്. പക്ഷേ അവന് ജീവിതത്തിൽ സംഭവിച്ചു പോയ ചില പാകപ്പിഴകൾ നിമിത്തം പ്രതീക്ഷിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. പക്ഷേ കൊണ്ടുപോയ തുകയേക്കാൾ കൂടുതൽ അവൻ സമ്പാദിച്ചാണ് തിരികെ വന്നിരിക്കുന്നത്. അപ്പോൾ രക്ഷപ്പെടാനും മാത്രമില്ല, എന്നാൽ ഇവിടെ നിന്ന് കൊണ്ടുപോയത് തിരിച്ചു കൊടുക്കണമെന്നുള്ളതായൊരു പ്രേരണ അവൻ്റെ അകത്തു വന്നു. ചോദിക്കട്ടെ, പണവുമായി കടന്നു കളഞ്ഞവന് അത്രയും നാളില്ലാതിരുന്നൊരു പ്രേരണ എങ്ങനെ ഉണ്ടായി? പ്രാർത്ഥന രൂപാന്തരങ്ങളെ കൊണ്ടുവരുന്നതാണ്. അവസ്ഥകളെ അത് മാറ്റും. ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നന്മകളെയുമായി കടന്നു കളഞ്ഞവർ തിരിച്ചു വരുമോ എന്ന് ചോദിച്ചാൽ എൻ്റെ ആൻസർ യെസ് 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 എന്നാണ്. യേശുവിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. ചിലതിനെ വഴിയിൽ തടയും. പണ്ടോർക്കുന്നില്ലേ, ഇസ്രായേലിനെ ശപിക്കുവാൻ ബാലാക്ക് എന്ന് പറയുന്ന രാജാവിൻ്റെ കൂലി വാങ്ങിപ്പോയ ബിലയാം എന്ന് പറയുന്നൊരു പ്രവാചകൻ്റെ സംഭവം പഴയ നിയമത്തിലെ സംഖ്യാപുസ്തകത്തിൽ നമുക്ക് വായിപ്പാൻ കഴിയും. പോയ വഴിയിൽ അയാൾ സഞ്ചരിച്ചിരുന്ന അയാളുടെ വാഹനമായിരിക്കുന്ന കഴുത ദൈവദൂതനെ കണ്ട് മുന്നോട്ട് പോകാതെ അതവിടെ സ്തംഭിക്കപ്പെട്ടതുപോലെ നിന്നു. പിന്നീടുണ്ടാകുന്ന സംഭവങ്ങളൊക്കെ വളരെ രസകരമാണ് വായിക്കുമ്പോൾ. വഴിയിൽ ദൈവം തടുക്കുന്നൊരു കാഴ്ചയാണ് അവിടെ കാണുന്നത്. ചില കാര്യങ്ങൾക്കകത്ത് നമ്മൾക്ക് എത്തിപ്പെടാൻ വയ്യാത്തത്ര അകലത്തിലേക്ക് ചില കാര്യങ്ങൾ അകന്നു പോയിട്ടുണ്ടെങ്കിൽ അകലങ്ങൾ വിഷയമല്ലാത്ത യേശു തൻ്റെ ദൂതനെ അയച്ചു, നിനക്ക് വേണ്ടി തൻ്റെ പ്രവൃത്തി അയച്ച് കാര്യങ്ങളെ യഥോചിതം ക്രമപ്പെടുത്തുന്നൊരു പദ്ധതിയെ രൂപാന്തരപ്പെടുത്തും. ഇനി ഒരിക്കലും നമ്മൾ രക്ഷപ്പെടില്ല, ഇനി ഒരിക്കലും നമുക്കൊരു നല്ല കാലം വരില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിങ്ങൾ പറയുന്നത് ഭൂമിയിലെ ഏറ്റവും വലിയ നുണയാണ്. കർത്താവായ യേശു ശപിക്കപ്പെട്ടവനെ അനുഗ്രഹമാക്കി, ആയിരങ്ങൾക്ക് അനുഗ്രഹമാക്കി മാറ്റുവാൻ പ്രാപ്തനായ ദൈവമാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മുടിഞ്ഞു പോയവനെ ജനകോടികൾക്ക് തന്നെ ഒരു ഐശ്വര്യമാക്കി രൂപാന്തരപ്പെടുത്താൻ പ്രാപ്തനായിരിക്കുന്ന ഒരേ ഒരു ദൈവമാണ് കർത്താവായ യേശു. ഇന്ന് രാവിലെ ആ യേശുവിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതങ്ങളുടെ ആ നന്മ നിങ്ങൾ കാണും. അവിടുന്ന് പ്രതീക്ഷയറ്റുപോയ നിങ്ങളുടെ ലൈഫിനകത്ത് സന്തോഷത്തിൻ്റെ പുതിയ നാമ്പുകളെ കിളിർപ്പിക്കും. പലതും നിങ്ങൾക്ക് അനുഗ്രഹമായി തിരിച്ചു വരും. ഈ ദിവസങ്ങളിൽ ചിലതിനെ കർത്താവ് തടയും, ചിലരുടെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുത്തും. വലിയ നാശത്തിനായിട്ട് വാളെടുത്തവർ നിങ്ങളുടെ വലിയ വളർച്ചയ്ക്ക് വേണ്ടി വളമെടുക്കുന്ന നിലയിൽ കർത്താവ് അവരെ നിങ്ങളുടെ പരിപോഷണത്തിനായി രൂപാന്തരപ്പെടുത്തുന്ന കാഴ്ചയാണ് എന്നെ കാണിക്കുന്നത്. ഞാൻ ആത്മാവിൽ നിന്നിപ്പോൾ സംസാരിക്കുന്ന സമയത്ത് വളരെ വണ്ണമുള്ള ഒരു അമ്മയെ കാണുന്നുണ്ട്. കറുത്ത ശരീരമാണ് നിങ്ങളുടേത്. നിങ്ങളുടെ അരികിൽ നിന്നും നല്ലൊരു പങ്ക് തുകയുമായി ഒരാൾ കടന്നു കളഞ്ഞതിനെ തുടർന്ന് വളരെ വേദനയോടുകൂടെ നീരുവെച്ച കാലുകളുമായി ഫോൺ വിളിച്ചാലും എടുക്കാത്ത അവരെ ഓർത്ത് നിങ്ങൾ വിഷമിച്ചാണ് ഇപ്പോൾ എൻ്റെ വാക്ക് കേൾക്കുന്നത്. എന്നെങ്കിലും എൻ്റെ കാര്യം ഒന്ന് ദൈവദാസൻ സംസാരിക്കുമോ എന്നുള്ള നിങ്ങളുടെ സങ്കടത്തിന് മുമ്പിൽ യേശു പറയുകയാണ്, തിരികെ വരാൻ പ്രേരണ ഞാൻ ചെലുത്തും. നിങ്ങളുടെ നന്മ മടങ്ങി വരും. ഹല്ലേലൂയ. നന്മ മടങ്ങി വരും. വീട് വിട്ടു പോയിരിക്കുന്ന ദൂരദേശത്ത് എവിടെയോ ആയിരിക്കുന്ന നിങ്ങളുടെ തലമുറയെ ദൈവം തിരിച്ചു കൊണ്ടുവരും. കർത്താവ് ചില ബന്ധങ്ങളെ മടക്കി വരുത്തുന്ന, ചില മനുഷ്യ മനസ്സുകളെ രൂപാന്തരപ്പെടുത്തുന്ന അത്ഭുതത്തിൻ്റെ അനുഗ്രഹ കാഴ്ച എന്നെ കാണിക്കുന്നു. നമുക്ക് അല്പനേരം ഒന്ന് പ്രാർത്ഥിക്കാം. നിങ്ങളൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാവിലെ ചെയ്യണം. ഇത്തരത്തിലൊരു നിയോഗം വെച്ച് ഒരാളുടെ രൂപാന്തരീകരണത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണെങ്കിൽ ഈ അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം വായിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥനാമുറിയിൽ കയറി മുട്ടുമ്മേൽ നിന്ന് കരമുയർത്തി ഇങ്ങനെ പറയണം: ശൗലിനെ സന്ദർശിച്ച യേശുവേ,
ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ആരെയാണോ കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ടത് ആ വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് പറയണം, ഇന്നയാളെ സന്ദർശിപ്പാൻ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. അത് 3 തവണ പറയണം. 3 തവണ പറഞ്ഞിട്ട് നെടുമ്പാട് വീണെന്ന് പ്രാർത്ഥിച്ചേക്ക്. ഇത് അടുത്ത 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ദിവസം പോലും മുറിഞ്ഞു പോകാതെ ചെയ്യണം. ഈ 21 ഡേയ്സിനോടകം നിങ്ങൾ ഞെട്ടുന്ന വിടുതലുകൾ നിങ്ങൾ കാണും. ആമേൻ. ഒരുപക്ഷെ നിങ്ങളുടെ നന്മ വാങ്ങിക്കൊണ്ട് പോയവർ മരിച്ചു പോയിട്ടുണ്ടാകും. പക്ഷെ അവരുടെ ജീവിച്ചിരിക്കുന്ന ഉടയവരോട് ദൈവം ഇടപെടും. അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളുണ്ട് എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. മേടിച്ചുകൊണ്ട് പോയ ആൾ മരിച്ചെങ്കിൽ പിന്നെ തിരിച്ചു കിട്ടത്തില്ലല്ലോ. എന്നാൽ അവരുടെ ജീവിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മനസ്സിനകത്ത് ആ നന്മകൾ തിരിച്ചു കൊടുക്കുവാനുള്ള സ്വാധീനം ചെലുത്തി അത് മടക്കിക്കൊണ്ട് കൊടുത്ത സാക്ഷ്യങ്ങൾ എൻ്റെ ശുശ്രൂഷയിലുണ്ട്. നിങ്ങളോട് ഞാൻ പറയുന്നു, ഒന്നും വൈകിയിട്ടില്ല, എല്ലാം നന്നായി വരും. അർത്ഥനാ ജഗൽക്കനാദനരകശബല ജൽഖദാരിയാദരെ. നന്ദി കർത്താവായ യേശുവേ. അല്പനേരം എല്ലാവരും പ്രാർത്ഥിച്ചാട്ടെ. ഒരു വലിയ ദൈവകൃപ ലോകമാകെ സകലം ഈ ശുശ്രൂഷ കാണുന്ന എല്ലാവരുടെയും ഇടങ്ങളിൽ വെളിപ്പെടുകയാണ്. നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് നിങ്ങളെ കർത്താവ് തൊടാൻ പോകുന്ന നേരമാണ്. അർത്ഥനം ജഗൽഖനാദനം. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അങ്ങയുടെ മഹത്വപൂർണ്ണമായ വലിയ നാമത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മക്കൾക്ക് ഈ നിമിഷം യേശു മഹാരാജാവിൻ്റെ അതിശയ നാമത്തിൽ ഒരു വലിയ വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് കൃപയാക്കുന്നതിനായിട്ട് നന്ദി. ശൗലിനെ ദമസ്കോസ് ഗേറ്റിൽ വെച്ച് സന്ദർശിച്ച പോലെ അങ്ങയുടെ മക്കൾ ആരുടെ പേരിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ വ്യക്തികളെ സന്ദർശിക്കുകയും ആ വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ടായിരിക്കുന്ന ദുഃഖത്തിൻ്റെ കാരണങ്ങൾ പരിഹരിക്കുകയും അങ്ങയുടെ കുഞ്ഞുങ്ങളെ സന്തോഷത്തിൽ നിറയ്ക്കുകയും ചെയ്യണമേ എന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ജനം നിന്നിൽ ആനന്ദിക്കേണ്ടതിന് നീ ഞങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയില്ലയോ? ആനന്ദിപ്പാൻ തക്ക വിധമുള്ള പുതിയൊരു ജീവിതം തിരിച്ചു വരുന്നതിനായിട്ട് സ്തോത്രം. പ്രാർത്ഥനയോട് ഇവരെ ഞാൻ അനുഗ്രഹിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അതിശയകരമായ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. മക്കളെ, സന്തോഷം നിറഞ്ഞ VBS നടക്കുക നമ്മുടെ സഭയിൽ. ചക്കര മക്കളെല്ലാവരും എത്തണം. നമുക്ക് ഒത്തിരി ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും മിഷണറി സ്റ്റോറീസ് കേൾക്കാനും മാജിക് ഷോ കാണാനും ഒക്കെയുള്ള അവസരമുണ്ട്. യേശുപ്പയുടെ കൂടെ നമുക്ക് ഈ വെക്കേഷൻ പൊളിക്കാം. വരണം കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എല്ലാ ഞായറാഴ്ചയും വെള്ളിയാഴ്ചയും കോട്ടയത്ത് ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ആരാധന നടക്കുന്ന MK ടവറിൽ വെച്ച് നമ്മുടെ വിശുദ്ധ ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വന്നാൽ നേരിട്ട് കാണാനും പ്രാർത്ഥന സ്വീകരിക്കാനുള്ള അവസരമുണ്ട്. ആദ്യമാണോ ഈ ചാനൽ കണ്ടത്, സബ്സ്ക്രൈബ് ചെയ്തേര്. നിങ്ങൾക്കുള്ളതായത്, വേറെ ആർക്കും ഉള്ളതല്ല. ഓരോ ദിവസവും വ്യത്യസ്തമായ ദൈവാലോചനയുടെ പുതുശബ്ദവുമായി യേശുവിനെ നിങ്ങളുടെ നടുവിലേക്ക് അയക്കുന്നുണ്ട്. നിങ്ങളത് പ്രാപിക്കണം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവപിതാവിൻ്റെ സ്നേഹവും യേശു മഹാരാജാവിൻ്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ കൂട്ടായ്മയും നിങ്ങളോടുകൂടി ഇന്ന് മുതൽ എന്നേക്കുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.